എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ കടകളിലൊന്നും പോയി വാങ്ങിക്കാൻ തന്നെ വീട്ടിൽ തന്നെ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ ഷവർമയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്കൊരു ഷവർമ കഴിക്കണം തോന്നുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ ഷവർമ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 750 ഗ്രാം അളവിൽ ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ നൈസായിട്ട് കുറച്ചൊന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചിക്കൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിന്റെ പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചിപ്പൊടിയാണ് കേട്ടോ ഇത്. ഈ ഒരു പൗഡറിന് പകരം നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗാർലിക് പൗഡറാണ്. ഇതിനും പകരം നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ വറ്റൽമുളക് ഇതുപോലെ പൊടിച്ചതാണ് കേട്ടോ, ചില്ലി ഫ്ലേക്സ്. 1 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീരും അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഒനിയൻ പൗഡറാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ നമ്മുടെ ഇല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ് കേട്ടോ. ഒരു നുള്ളു കാർഡമം പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു മസാലകളൊക്കെ പുരട്ടി ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഏകദേശം 1 മണിക്കൂറോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ ഇതുപോലെ വറ്റൽമുളകാണ്. ഈ ഒരു വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇത് അത്യാവശ്യം കുതിർന്ന് കിടക്കാൻ ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 6-7 ടേബിൾ സ്പൂണോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റ് വെക്കുക. 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഇത് നമുക്ക് മിക്സഡ് ഈ ഒരു ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 3.5 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ ഇതുപോലെ ചേർത്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഇതുപോലെ ചെറിയൊരു 3 അല്ലി വെളുത്തുള്ളിയും പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയൊരു സവാളയുടെ പകുതിയാണ് കേട്ടോ. ഇതുപോലെ കുറച്ച് മാത്രം സവാള നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 4-5 ടേബിൾ സ്പൂൺ അളവിൽ ഇതുപോലെ ഒലിവ് ഓയിലാണ് കേട്ടോ. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ വിനാഗിരിയാണ്. വിനാഗിരി അല്ലെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ നാരങ്ങാനീര് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇപ്പം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം നമ്മൾ സോയാ സോസ് ഒഴിച്ചു കൊടുത്തതാണ്. സോയാ സോസിലും ഉപ്പുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം മാത്രം ഉപ്പ് നോക്കുക. ഇതിലിപ്പോൾ ഉപ്പ് ഒരു കറക്റ്റ് അളവാണ് കേട്ടോ. ആ ഒരു സോയാ സോസിലെ ഉപ്പ് തന്നെ ഇതിൽ കറക്റ്റ് ഒരു അളവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു റെഡ് സോസിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഷവർമ സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 4.5 ടേബിൾ സ്പൂൺ അളവിൽ ഇതുപോലെ വെളുത്ത എള്ളെന്ന് റോസ്റ്റ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. പാനിലിട്ട് നന്നായിട്ട് ചൂടാക്കി ഈ ഒരു കളറാക്കി നമ്മൾ എടുത്തതിന് ശേഷം മാത്രം ഈ ഒരു വെളുത്ത എള്ള എടുക്കുക. ഈ ഒരു എള്ള് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ മയോണൈസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. മയോണൈസ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയിട്ടെടുത്തതോ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചതോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. 250 ml ഈ ഒരു കപ്പിൽ 1 കപ്പ് അളവിൽ മയോണൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 4-5 ടേബിൾ സ്പൂൺ അളവിൽ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ വിനാഗിരിയാണ് കേട്ടോ. വിനാഗിരി ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, കാരണം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന മയോണൈസിലും പുളി നോക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ് കേട്ടോ. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഒറിഗാനോയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒറിഗാനോ ഇപ്പം നമ്മുടെ ഇല്ലെങ്കിൽ ഒഴിവാക്കാം, ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. ഈ ഒരു സോസിൽ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല, കാരണം നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മയോണൈസിലും ഉപ്പുള്ളതാണ്. അപ്പോൾ ആ ഒരു ഉപ്പ് നോക്കിയിട്ട് മാത്രം ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഷവർമ സോസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ്, അതായത് 125 ml ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും 2 ടീസ്പൂൺ അളവിൽ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഒരു 5 മിനിറ്റോളം ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഈസ്റ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊങ്ങി വരും. ഇനി ഈ ഒരു പാത്രത്തിലേക്ക് 250 ml ഈ ഒരു കപ്പിൽ 4 കപ്പ് അളവിൽ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈസ്റ്റിന്റെ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം.
ഇനിയും ഇതിലേക്ക് കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കാം. ആദ്യം ഞാൻ ഇതുപോലെ അരക്കപ്പ് അളവിൽ തന്നെ ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് തന്നെ ഇതുപോലെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് മുഴുവനായിട്ടും ആവശ്യം വന്നിട്ടില്ല, ഏകദേശം അതിൻ്റെ ഒരു പകുതിയോളം ആവശ്യം വന്നിട്ടുള്ളൂ. അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നന്നായിട്ട് വീണ്ടും കൈ കഴുകിയിട്ട് കുറച്ച് ഓയിലും കൂടെ ആക്കിയിട്ട് നമ്മൾ നല്ല മയത്തിൽ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നമ്മൾ ആദ്യം ഈസ്റ്റിൻ്റെ ഒരു മിക്സിന് വേണ്ടിയിട്ട് അരക്കപ്പ് വെള്ളം എടുത്തിരുന്നു, ഇളം ചൂടുള്ള വെള്ളം. അതിനുശേഷം ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 3/4 കപ്പോളം അടുത്ത് വെള്ളമാണ് കേട്ടോ എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് കണ്ടില്ലേ, ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കി വേണം ഈ ഒരു മാവ് നമ്മൾ കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മൾ നല്ല സോഫ്റ്റ് ആക്കി ഈ ഒരു മാവ് കുഴച്ചെടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു മാവും കൂടെ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലൊരു ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി നനച്ച് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം ഈ ഒരു മാവ് നല്ല ഡബിളായിട്ട് നമുക്കൊന്ന് പൊങ്ങി കിട്ടണം. അപ്പോൾ അത് നമുക്ക് കറക്റ്റ് സമയം പറയാൻ പറ്റത്തില്ല. നല്ല ചൂടുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് പൊങ്ങി കിട്ടും. തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ കുറച്ചധികം സമയം കൂടുതൽ എടുത്തെന്നിരിക്കും. അപ്പോൾ ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇതുപോലെ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് പകരം സൺഫ്ലവർ ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഏകദേശം 1 മണിക്കൂറോളം കഴിഞ്ഞു കേട്ടോ. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരുപാട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നമ്മൾ 2 സൈഡ് നന്നായിട്ട് മുരിച്ച് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന രീതിയിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് 2 സൈഡും മുരിഞ്ഞ് ഉള്ളൊക്കെ നന്നായിട്ട് വേകുന്ന രീതിയിൽ ചിക്കൻ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ചിക്കന് ചെറിയ പീസാക്കി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് കണ്ടില്ലേ, ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു ചിക്കൻ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതുപോലെ ചെറിയ പീസാക്കി ചിക്കനെ എല്ലാം തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ടൊക്കെ തന്നെ ഈ ഒരു മാവ് നല്ല ഡബിളായിട്ട് എനിക്കിവിടെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മാവ് ഇതുപോലെ നന്നായിട്ട് ഡബിളായി പൊങ്ങി വന്നാൽ ഇനി നമ്മൾ ഈ ഒരു മാവ് കൈവച്ചിട്ട് ഒരുപാട് കുഴച്ചിട്ടെടുക്കുക ഒന്നും ചെയ്യരുത്. ഇതിൽ നിന്ന് അത്യാവശ്യം ഈ ഒരു വലിപ്പമുള്ളൊരു മാവ് എടുക്കാം. എന്നിട്ട് നമ്മൾ ബാക്കി മാവ് കവർ ചെയ്ത് തന്നെ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ആ ഒരു മാവിരുന്നങ്ങ് ഉണങ്ങിപ്പോകും. ഒരു കൗണ്ടർ ടോപ്പിലേക്കോ ചപ്പാത്തി പലകിലേക്കോ ഇതുപോലെ കുറച്ച് പൊടിയൊന്ന് തൂകിയതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഷവർമ റെഡിയാക്കിയിട്ട് എടുക്കുന്നത് അത്യാവശ്യം വണ്ണമുള്ള കുബൂസിലാണ് കേട്ടോ. പല സ്ഥലങ്ങളിൽ ഷവർമ പല രീതികളിലാണ് ഉണ്ടാക്കുന്നത്. ചില സ്ഥലങ്ങളിൽ കട്ടി കുറഞ്ഞിട്ടുള്ള സാജ് ബ്രെഡിൽ റെഡിയാക്കാറുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം കട്ടിയുള്ള കുബൂസിലും ഷവർമ റെഡിയാക്കാറുണ്ട്. കനം കുറഞ്ഞൊരു സാജ് ബ്രെഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് റെഡിയാക്കിയിട്ട് എടുക്കാം, അല്ലെങ്കിൽ കട്ടിയുള്ള കുബൂസിൽ വേണമെങ്കിലും ഇത് റെഡിയാക്കിയിട്ട് എടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു കുബൂസ് തന്നെ ഒരുപാട് കട്ടി വേണ്ട, കട്ടി കുറച്ച് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ കട്ടി കുറച്ച് നമ്മൾ പരത്തിയിട്ടെടുത്താൽ മതി. അപ്പം ഞാനിപ്പോൾ ഇത് കണ്ടില്ല, ഈ ഒരു കട്ടിക്കാണ് കേട്ടോ ഇതിവിടെ പരത്തിയിട്ടെടുക്കുന്നത്. അപ്പം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം നമ്മൾ ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ചൂടായിട്ട് കിടക്കുന്ന ഈ ഒരു പാനിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ആ ഒരു സൈഡിൽ നിന്ന് കുക്കായിട്ട് വരുന്ന സമയത്ത് ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മളിത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് തീ കൂട്ടിയിട്ട് കൊടുക്കരുത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഇത് കണ്ടില്ലേ, ഒരു സൈഡ് നമ്മളൊന്ന് കുക്ക് ചെയ്തൊന്ന് മറിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഇത് അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. വീണ്ടും ഇതൊന്നും കൂടി തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക, കാരണം ഉള്ളിലെ ഒരു മാവൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. നന്നായിട്ട് ഇതുപോലെ കുക്കായി വന്നാൽ ഈ ഒരു പാനിയിൽ നിന്ന് തന്നെ കുറച്ച് ഒലിവ് ഓയിൽ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, 2 സൈഡിലും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ കുബൂസ് കുക്ക് ചെയ്തതിന് ശേഷം ഇത് തുറന്ന് വെച്ച് കൊടുക്കരുത്. ഒരു കിച്ചൺ ടവലിൽ നന്നായിട്ട് കവർ ചെയ്ത് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ നന്നായിട്ട് കവർ ചെയ്ത് ആ ഒരു ആവിയിലിരുന്ന് ആ ഒരു കുബൂസ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം. എന്നാൽ മാത്രം നമുക്കിത് മടക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ തുറന്നു വെച്ച് കൊടുത്താൽ ആ ഒരു കുബൂസ് അങ്ങനെ കുറച്ച് ഉറച്ച് തന്നെ ഇരിക്കും. അപ്പൊ നമുക്ക് ആ ഒരു ഷവർമ മടക്കി എടുക്കാനൊക്കെ പ്രയാസവും, പൊട്ടിപ്പോകും. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, കുബൂസ് ഇതുപോലെ നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം ഒരു കിച്ചൺ ടവലിൽ നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ഇത് കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിരിക്കുന്ന കുബൂസാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു കുബൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ കുറച്ച് ക്യാബേജ് നീളത്തിൽ നിന്ന് നൈസാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു കുക്കുംബർ ഇതുപോലെ നൈസാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതും, ഒരു ക്യാരറ്റ് ഇതുപോലെ നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ വിനാഗിരിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഒരുപാട് കൈ കൊണ്ട് അങ്ങ് തിരുമൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ ഇത് കുറച്ച് ഉപ്പിലിട്ട വെജിറ്റബിൾസ് ആണ് കേട്ടോ. കുറച്ച് ക്യാരറ്റും കുക്കുംബറും ഒക്കെയാണ്. ഉപ്പിലിട്ട ഒരു വെജിറ്റബിൾസ് ഷവർമയുടെ ഉള്ളിൽ വെച്ച് കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ എടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും എടുത്തിട്ടുണ്ട്.
അപ്പം ഈ ഒരു ഷവർമ സെറ്റ് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കുബൂസിന് പകരം നിങ്ങൾക്ക് ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ നൈസ് ആയിട്ടുള്ള ഒരു സാജ് ബ്രെഡിൽ വേണം നിങ്ങൾക്ക് ഇത് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ കുബൂസ് തന്നെ അതിന്റെ ഉൾഭാഗം കാണുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് മടക്കിയിട്ട് എടുത്താലും മതി. അപ്പോൾ ആദ്യം ഇതുപോലെ ഒരു കുബൂസ് എടുക്കുക. ഈ ഒരു കുബൂസിലേക്ക് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതുപോലെ ഒരു ഷവർമ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മളൊരു ഷവർമ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എങ്കിലും നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു ഷവർമ നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്കൊരു റെഡ് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു സോസും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആദ്യം തന്നെ ഒരു സാലഡ് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പിലിട്ട ക്യാരറ്റോ കുക്കുംബറോ ഒക്കെ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. പിന്നെ വേണ്ടത് നമ്മുടെ ഒരു ചിക്കനാണ്. ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉള്ളിൽ വെച്ച് കൊടുക്കണം കേട്ടോ. എങ്കിലും മാത്രമേ ഷവർമ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇതുപോലെ നമ്മളൊരു ചിക്കൻ വെച്ച് കൊടുക്കുക. ചിക്കൻ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമുക്കൊരു സോസുകളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു കുബൂസ് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒരു ബട്ടർ പേപ്പറിൽ ഇതുപോലെ ഒന്ന് പൊതിഞ്ഞിട്ടെടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ട് കടകളിലൊന്നും പോയി വാങ്ങിക്കാതെ തന്നെ നമുക്ക് ഇതുപോലെ വീട്ടിൽ തന്നെ ഷവർമ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇത് നിങ്ങൾക്ക് നല്ല ചൂടായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷവർമ നമുക്ക് ഓവനിൽ വെച്ചിട്ട് ഇത് ചൂടാക്കിയിട്ട് എടുക്കാവുന്നതാണ്. കൂടാതെ മടക്കി എടുത്തതിന് ശേഷം നമുക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് പാനിൽ വെച്ചിട്ടും ഇത് ചൂടാക്കിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ എല്ലാം തന്നെ ഞാനിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്കൊരു ഷവർമ കഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് കടകളൊന്നും പോയി വാങ്ങിക്കാതെ തന്നെ വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഹോം മെയ്ഡ് ഷവർമയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ആ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.